ഹായ്, ഇന്നൊരു കഥ പറയാം. അവധി ദിവസമായി ഇന്ന് ഞാൻ എൻ്റെ പ്രിയതമയെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയ കഥ. തേൻകാവിനടുത്ത് ക്രോസോത്തെന്ന് പരക്കെ അറിയപ്പെടുന്ന ക്രോധമംഗലം ക്ഷേത്രത്തിലാണ് ഇന്ന് ദർശനത്തിനായി പോയത്. കുളിച്ച് റെഡിയായി വീട്ടിലെ പ്രാർത്ഥനാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് ചെറുതായൊന്ന് പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയത്. പ്രിയതമ ആ സമയം പതുക്കെ റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ ആണുങ്ങളെപ്പോലെ അത്ര വേഗം റെഡിയാവുന്ന ആളുകളല്ലല്ലോ പെണ്ണുങ്ങൾ. പിന്നെ റെഡിയായ അമ്മുവിനെയും കൂട്ടി പതുക്കെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പുതപ്പിട്ട് മൂടിയിരുന്ന ഞങ്ങളുടെ സ്വന്തം ശകടത്തിൽ ഞങ്ങൾ പതുക്കെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പണിമുടക്കായതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും വാഹനങ്ങൾ ഒരുപാടുണ്ടായിരുന്നില്ല. സുഖമായി വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൃപ്പക്കുടത്തപ്പനെയും വണങ്ങി ഞങ്ങൾ ക്രോസോത്ത് അമ്പലത്തിലേക്കുള്ള യാത്ര പിന്നെയും തുടർന്നു. തൃപ്പക്കുടത്തെ നമ്മുടെ തോട്ടർ സ്കൂളും കടന്ന് യാത്ര തുടരുമ്പോൾ പ്രിയതമ സ്വന്തം ക്യാമറയിലേക്ക് നോക്കി സൗന്ദര്യം ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കതിന് പറ്റില്ലല്ലോ. പതുക്കെ ഞങ്ങളുടെ വണ്ടി അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി. സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത് വഴി ഈ ക്ഷേത്രത്തിൻ്റെ പേര് ക്രോധമംഗലം ക്ഷേത്രം എന്നാണെന്നും ഇവിടെയുള്ളത് സന്താനമൂർത്തിയാണെന്നും ഞാൻ അവളോട് പറഞ്ഞു. അതെന്താണ് സന്താനമൂർത്തി എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്നും ആ കഥ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഞാൻ ആ കഥ ആരംഭിച്ചു. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാൻ എത്തുകയും ശ്രീകൃഷ്ണൻ്റെ ആവശ്യാനുസരണം അർജുനൻ കുറച്ച് ദിവസം ദ്വാരകയിൽ താമസിക്കുകയും ചെയ്യുന്നു. ദ്വാരകയിൽ താമസിക്കുന്ന ഒരു ബ്രാഹ്മണന് അക്കാലത്ത് 8 വർഷങ്ങളിലായി ജനിച്ച 8 പുത്രന്മാർ, അവരെല്ലാം ഉടനെ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഓരോ കുട്ടികളും മരണപ്പെടുമ്പോൾ ബ്രാഹ്മണൻ മൃദുശരീരവുമായി രാജകൊട്ടാരത്തിലെത്തുകയും പരാതിയും സങ്കടവും അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല. 9ാമതും ജനിച്ച കുട്ടിയുമായി കൊട്ടാരത്തിലെത്തിയെങ്കിലും യാദവരൊന്നും അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ ആ സമയം സദസ്സിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണനെ ആശ്വസിപ്പിക്കുകയും ഇനി ഒരു ശിശു ജനിക്കുകയാണെങ്കിൽ അവനെ താൻ രക്ഷിക്കുമെന്നും അല്ലെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പറയുന്നു. സന്തോഷപൂർവ്വം ബ്രാഹ്മണൻ മടങ്ങിയെങ്കിലും 10ാമതുണ്ടായ ശിശുവും മരണപ്പെടുന്നു. കോപാകുലനായ ബ്രാഹ്മണൻ അർജുനനെ അധിക്ഷേപിക്കുന്നു. അർജുനൻ കുട്ടിയെ അന്വേഷിച്ച് യമപുരിയിലും സ്വർഗത്തിലും മറ്റു ലോകങ്ങളിലും എത്തിയെങ്കിലും കുട്ടിയെ കാണുന്നില്ല. നിരാശനായ അർജുനൻ അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മഹത്യക്കൊരുങ്ങുന്നു. ശ്രീകൃഷ്ണൻ അർജുനനെ തടയുകയും കുട്ടികളുള്ള സ്ഥലം തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അർജുനനെ കൂട്ടി വൈകുണ്ഠത്തിലെത്തുന്നു. വിഷ്ണുവിനെ കണ്ട് കാര്യമറിയിക്കുമ്പോൾ നരനാരായണന്മാരായ നിങ്ങളെ ഒരുമിച്ച് കാണുവാനായി ഞാൻ ചെയ്തതാണ് ഈ കാര്യമെന്ന് പറഞ്ഞ് കുട്ടികളെ അവർക്ക് നൽകുന്നു. അർജുനന് തൻ്റെ കഴിവിലുണ്ടായിരുന്ന അമിത അഹങ്കാരം ശമിക്കുകയും കുട്ടികളെ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്താനങ്ങളെ തിരിച്ചെടുത്ത സന്താന ഗോപാലമൂർത്തിയായി വാഴുന്ന കൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിൽ വാഴുന്നത് എന്നാണ് ഐതിഹ്യം. 1 നൂറ്റാണ്ടെങ്കിലും പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം കുറച്ചു നാൾ മുമ്പ് വരെ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരു പുതിയ സമിതി ഉണ്ടാക്കുകയും ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാം വളരെയധികം സഹകരണത്തോടെ നല്ല രീതിയിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം എത്തുന്ന എല്ലാ ഭക്തരെയും അളവിൽ കൂടുതൽ അനുഗ്രഹിച്ച് ഭഗവാനും അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങളും അതിയായ സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി.